നമസ്കാരം, വീട്ടുരുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ കൊണ്ടൊരു തോരനാണ്. നമ്മളിവിടെ ഒരു ചെറിയ സൈസ് കപ്പരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടുവശം നമുക്ക് ഇതുപോലെ ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് നമുക്കൊരു ഫീലറോ കത്തിയോ കൊണ്ട് പച്ചത്തൊലി മുഴുവനും ചെത്തിക്കളയാം. മിക്കവരുടെയും വീട്ടുമുറ്റത്തുണ്ടാകുന്ന ഒരു സാധനമാണ് പപ്പായ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോരൻ വളരെ എളുപ്പത്തിലും രുചികരമായും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പപ്പായ കൊണ്ടുണ്ടാക്കുന്ന ഡിഷിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെടുകെ രണ്ടായിട്ട് പിളർന്നെടുക്കാം. ഒരു സ്പൂണോ കത്തിയോ കൊണ്ട് പിളർന്നെടുത്ത കപ്പരങ്ങയുടെ ഉള്ളിലുള്ള കുരുവെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന കപ്പരങ്ങ അല്പം ചെനച്ച് തുടങ്ങിയതാണ്. ചെനച്ച കപ്പരങ്ങ കൊണ്ട് തോരൻ വയ്ക്കുന്നതാണ് കപ്പരങ്ങ തോരത്തിന് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ കുരു കളഞ്ഞെടുത്ത കപ്പരങ്ങ വീണ്ടും നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. പച്ചക്കപ്പരങ്ങയ്ക്ക് നല്ലതുപോലെ ചൊനയുണ്ടാവും. ചൊന കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ പച്ചവെള്ളത്തിൽ 3-4 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കുരുവെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കപ്പരങ്ങ ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തോരത്തിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ കപ്പരങ്ങ കഷ്ണങ്ങളെല്ലാം ഉരച്ചെടുക്കാം. ഗ്രേറ്റർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ തോരത്തിൻ്റെ പാകത്തിനായിട്ട് അരിഞ്ഞു കിട്ടും. ഗ്രേറ്റർ ഇല്ലാത്തവർ കത്തി കൊണ്ട് തോരത്തിൻ്റെ പാകത്തിന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് കപ്പരങ്ങ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരത്തിനിടാനായിട്ട് 3-5 കഷ്ണം ചെറിയ ഉള്ളി കൂടി വേണം. ഉള്ളിയെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. ഉള്ളി ചേർക്കുന്നതാണ് തോരത്തിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഉള്ളിയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പരങ്ങ തോരത്തിനായിട്ട് നമുക്കിനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3 കഷ്ണം തൊലി കളഞ്ഞ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാതെ തോരത്തിൻ്റെ പാകത്തിനായിട്ട് ഒതുക്കിയെടുക്കാം. കപ്പരങ്ങ തോരത്തിനുള്ള അരപ്പ് നമ്മൾ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പരങ്ങ വറയിലിടാം. നമ്മളൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പരങ്ങയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും പിടിക്കാത്ത കൊയ്ത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പരങ്ങ മുക്കാൽ പാവോളം വെന്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയ കുഴി പോലെ എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇനി നമുക്ക് കപ്പരങ്ങ കൊണ്ട് തൂത്തുകൂട്ടി പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഇനി നമുക്ക് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് കപ്പരങ്ങയും അരപ്പും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പും കപ്പരങ്ങയും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് കപ്പരങ്ങ തോരത്തിൻ്റെ ജലാംശം മാറുന്നത് വരെ നമുക്ക് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുറന്ന് വെച്ച് ഇളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കപ്പരങ്ങ തോരത്തിൻ്റെ ജലാംശമെല്ലാം വറ്റി തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വറ താളിക്കാം.
പാത്രത്തിലോട്ട് നമുക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് 3-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറെല്ലാം വയ്ക്കാൻ ഉപയോഗിക്കുന്ന പുഴുക്കലരിയാണ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിയും അരിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് കൂടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്ലങ്ങ തോരത്തിന് വറ താളിച്ചത് റെഡിയായിട്ടുണ്ട്. ഈ വറ ഇനി നമുക്ക് കപ്ലങ്ങ തോരത്തിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലും ടേസ്റ്റോടും കൂടി തയ്യാറാക്കിയ കപ്ലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. കപ്ലങ്ങ തോരത്തിൻ്റെ കൂടെ കടുക് വറുക്കുമ്പോൾ ഇട്ട അരി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് വിളമ്പണ പാത്രത്തിലോട്ട് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കണം, അഭിപ്രായം പറയണം. വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.